ഹായ് ഫ്രണ്ട്സ്, സാൻഡ്രം വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് നമ്മളുടെ നാട്ടിൻപുറങ്ങളിലെല്ലാം സർവ്വസാധാരണമായി കാണുന്നതും എന്നാൽ വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ളതും അതുപോലെ എല്ലാ വീട്ടിലും നിർബന്ധമായും വെച്ചിരിക്കേണ്ടതും, പ്രത്യേകിച്ച് പെറ്റ്സിനെയൊക്കെ വളർത്തുന്ന വീട്ടിലും കുഞ്ഞുങ്ങളുള്ള വീട്ടിലും നിർബന്ധമായും വെച്ചിരിക്കേണ്ടതുമായ ഒരു പ്ലാന്റിനെ പറ്റിയാണ് പറയുന്നത്. ഈ അടുത്ത കാലത്ത് അതിനെപ്പറ്റി ഗവേഷകർ കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ നടത്തുകയും അതിൻ്റെ കൂടുതൽ ഗുണങ്ങൾ നമ്മളിൽ എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അധികം സമയമായിട്ടില്ലത്. ഈ ചെടിയെപ്പറ്റി ഒരു 2 കൊല്ലം മുമ്പ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 10 ലക്ഷം പേര് അത് കണ്ടിട്ടും ഉണ്ടായിരുന്നു. എന്നാൽ ഈ ചെടിയെപ്പറ്റി ഇപ്പോൾ ഞാൻ വീണ്ടും പറയാനുള്ള കാരണം, പുതിയതായിട്ട് ഗവേഷണങ്ങൾ ചെയ്ത് അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയുകയും അതുപോലെ തന്നെ നമ്മുടെ പുതിയതായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിന് ഇതിനെപ്പറ്റി അറിയുന്നതിനും വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്തത്. അതേതാണെന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു പക്ഷേ നിങ്ങളുടെ എല്ലാം വീട്ടിൽ ഇതിപ്പോൾ കാണുകയും ചെയ്യും. കണ്ടോ, മുറികൂടി, മുറിവൊട്ടി, റെഡ് ഐവി ഫ്ലെയിം, ഋണരോഹിണി, മുറുവൻ പച്ച എന്നിങ്ങനെ പല പേരിൽ പല സ്ഥലത്ത് ഇത് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഇത് ഏത് പേരിലാണ് അറിയപ്പെടുന്നതെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. അതിന് നിങ്ങളുടെ സ്ഥലവും ഇതിൻ്റെ പേരും നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നത് എന്നുള്ള പേരും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എല്ലാ വീട്ടിലും നിർബന്ധമായിട്ടും ഇത് വെക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഞാനിതിപ്പോൾ ഈ ചട്ടിയിൽ ഇങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പം നമ്മളുടെ പറമ്പിലുണ്ട്, അവിടെ നിന്ന് എടുത്ത് നമ്മളിങ്ങനെ ആക്കി വെച്ചിരിക്കുന്നതിൻ്റെ കാരണം, ഇപ്പം നാട്ടിൻപുറങ്ങളിൽ മാത്രമല്ല ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവർക്കാണെങ്കിലും അതുപോലെ ടൗണിൽ താമസിക്കുന്നവർക്കാണെങ്കിലും ഇങ്ങനെ ഹാങ് ചെയ്താണെങ്കിലും ഇതിനെ വളർത്താൻ പറ്റും. അത് കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഞാനിത് സെറ്റ് ചെയ്തത്. അതുപോലെ തന്നെ ഇതിനെ എയർ പ്യൂരിഫിക്കേഷന് നല്ലൊരു പങ്ക് വഹിക്കുന്നത് കൊണ്ട് തന്നെ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വളർത്താൻ പറ്റും. നമുക്ക് ബോർഡർ ഗ്രാസ് വളർത്തുന്നത് പോലെ പൂന്തോട്ടങ്ങൾ മനോഹരമാക്കുന്നതിന് ഇത് വളർത്താൻ പറ്റും. അല്ല, ഇത് നിങ്ങൾക്കിനി വിപണി കണ്ടെത്തി നല്ല രീതിയിൽ ഇതിനെ കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ഈർപ്പമുള്ള സ്ഥലം മാത്രം മതി. ഇതിൻ്റെ ഈ നോഡുകൾ കണ്ടോ, ഈ ചെറിയ നോഡുകളിൽ പോലും ഞാൻ കാണിച്ചു തരാം. ഈ ചെറിയ നോഡുകളിൽ പോലും പെട്ടെന്ന് വേര് വന്ന് ഇത് പടർന്ന് പന്തലിച്ച് നമ്മൾ നടുന്ന ആ ദേശം മൊത്തമാകും. ഇപ്പോൾ റബ്ബറും തോട്ടത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈർപ്പം കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് വെള്ളമൊന്നും അങ്ങനെ ഒഴിച്ചു കൊടുക്കണ്ട. മഴ പെയ്യുന്ന സമയത്ത് കിട്ടുന്ന ആ വെള്ളം മാത്രം മതി. അന്നേരം ഇത് നിറച്ചങ്ങാകും. നിങ്ങൾ വിപണി കണ്ടെത്തുക, അതിനുശേഷം റബ്ബർ തോട്ടത്തിലൊക്കെ ഇതിനെ വളർത്തുക. വിപണിയിൽ 4000 രൂപ മുതൽ 6000 രൂപ വരെ മില്ലിഗ്രാമിന് റേറ്റ് ഉണ്ട്. മുറുകുടിയെ പറ്റിയുള്ള പുതിയ ഗവേഷണ വിവരങ്ങൾ 2025 സെപ്റ്റംബർ 13, 14, 15 തുടങ്ങിയ ദിവസങ്ങളിൽ ന്യൂസ് പേപ്പറുകളിലും അതുപോലെ ന്യൂസ് ചാനലുകളിലും ഒക്കെ വന്നത് നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഇതിൻ്റെ ഗുണങ്ങൾ ആൻറ്റി ഫംഗൽ, ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റിബയോട്ടിക് ആയിട്ടെല്ലാമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നതെന്നാണ് നേരത്തെ വരെ നമുക്കുണ്ടായിരുന്ന അറിവ്. എന്നാൽ പുതിയ കണ്ടുപിടുത്തത്തിൽ ആക്ടിയോസൈഡ് എന്ന് പറയുന്ന ഒരു എഫക്റ്റും കൂടെ ഇതുണ്ട്. ആ ഒരു എഫക്റ്റിലാണ് ഇത് പെട്ടെന്ന് തന്നെ നമ്മുടെ ദേഹത്തുണ്ടാകുന്ന മുറിവുകളൊക്കെ ഉണങ്ങുന്നതിന് വേണ്ടി സഹായിക്കുന്നതെന്നാണ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനു വേണ്ടിയിട്ട് അവരൊരു പ്രത്യേക പാഡ്, വൂണ്ട് ഹീൽ പാഡ് തന്നെ നിർമ്മിച്ചിട്ടാണ് ഇപ്പോൾ ഇതിനെ പുതിയതായിട്ട് രംഗത്തിറക്കിയിരിക്കുന്നത്. അപ്പം നമ്മൾ സാധാരണക്കാർ ഇത് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, നമുക്കിതിന് കുറച്ച് ഉപയോഗങ്ങളുണ്ട്. അതായത് നമ്മളുടെ കയ്യോ കാലോ മുറിയുവാണെങ്കിൽ ഇതിൻ്റെ നീര് പിഴിഞ്ഞൊഴിച്ച് നമുക്ക് ആ മുറിവിൽ ഒഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഉണങ്ങുന്നതായിട്ട് കാണാം. അതുപോലെ വലിയ വൂണ്ടൊക്കെ ആണെങ്കിലും, ഞാൻ ആദ്യം ഇട്ട വീഡിയോയുടെ ചുവട്ടിൽ കുറേ കമൻ്റ് ഉണ്ട്, അതിൽ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. ആക്സിഡൻ്റ് ഒക്കെ പറ്റി വർഷങ്ങളായിട്ട് ഉണങ്ങാതെ പിന്നെയും അത് പഴുത്തുമൊക്കെ വന്നുകൊണ്ടിരുന്ന മുറിവുകളിൽ ഇത് പ്രയോഗിച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് കണ്ടു എന്നൊക്കെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വീട്ടിലെ പെറ്റ്സിനൊക്കെ സാധാരണ അവർ ഓടി നടക്കുമ്പോൾ നഖം കൊണ്ടിട്ടാണെങ്കിലും അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടൊക്കെ മുറിവുകൾ ഉണ്ടാകുക, അങ്ങനെ വരുമ്പോഴത്തേന് നമുക്ക് ഇതെല്ലാം നീര് പിഴിഞ്ഞൊഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവർക്ക് റിലീഫ് കിട്ടും. നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾ ഓടി നടന്ന് ഉരുണ്ട് വീണ് മുട്ടൊക്കെ പൊട്ടുമ്പോൾ നമുക്കിത് ഉപയോഗിച്ച് കൊടുക്കാം. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ചൊറിച്ചിലൊക്കെ ഉണ്ടാവുമല്ലോ പൊടിയിലൊക്കെ കളിക്കുമ്പോഴേ, അന്നേരം നമ്മളിവരെ കുളിപ്പിക്കുന്ന വെള്ളത്തിൽ ഇതിൻ്റെ 2-3 ഇല ഞെരടി പിഴിഞ്ഞ് കുളിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും കുഞ്ഞുങ്ങൾക്ക് വരുത്തുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് പെട്ടെന്ന് മാറുന്നതായിട്ടെല്ലാം കണ്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ സാധാരണ എല്ലാവരും ഷേവ് ചെയ്യുമ്പോഴത്തേന് സ്ക്രാച്ചൊക്കെ വീഴും, അല്ലെങ്കിൽ മുറിവൊക്കെ ഉണ്ടാകുമ്പോഴത്തേന് ഷേവ് ചെയ്ത് കഴിയുമ്പോഴത്തേന് നമ്മളിതിൻ്റെ വെള്ളം തൊട്ട് കഴുകുവാണെന്നുണ്ടെങ്കിൽ അത് സെപ്റ്റിക്കൊന്നും ആകാതെ പെട്ടെന്ന് തന്നെ ഉണങ്ങുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഏത് തരം മുറിവുകളാണെങ്കിലും അലർജി ആണെങ്കിലും എന്ത് പ്രശ്നങ്ങളാണെങ്കിലും ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത്. അപ്പം ഇതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് അറിയാത്തവർക്ക് ഒന്നും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഇപ്പം ഞാൻ നേരത്തെ ഇട്ട വീഡിയോ 2 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നതാണ്. അന്നേരം അത് ചിലർ മറന്നു പോയിട്ടുണ്ടായിരിക്കും. ഇപ്പം ന്യൂസ് കണ്ട സമയത്തായിരിക്കും എല്ലാവരും പിന്നെ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ളവർക്കെല്ലാം ഈ വീഡിയോ ഉപകാരപ്രദമാകും. അതുപോലെ തന്നെ ഇത് പുതിയ ആളുകളിലോട്ട് എത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. കഴിഞ്ഞ ദിവസം എൻ്റെ ആദ്യത്തെ വീഡിയോ കണ്ടിട്ട് ഒരാൾ
എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ ചെടി കിട്ടുമോ എന്നും ചോദിച്ചിട്ട്. കാരണം ഇത് കൂടുതലായിട്ട് വിപണി കണ്ടെത്തി വിൽക്കാൻ പുതിയതായിട്ടുള്ള ആ ഇൻഫോർമേഷൻ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ കൃഷി ചെയ്ത് വ്യാപകമാക്കി മാർക്കറ്റ് കണ്ടെത്തി വിൽക്കുക. അപ്പോൾ അതുവഴി നല്ലൊരു വരുമാനം കിട്ടുമെന്നുള്ള ഒരു പോസിറ്റീവ് മൈൻഡിലായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ ഒരു അവസരം നമുക്ക് എല്ലാവർക്കും വരട്ടെ. കാരണം നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ ഇത് നല്ല രീതിയിൽ പടർന്ന് പന്തലിച്ച് വളരുന്നതാണ്. അങ്ങനെയൊക്കെ ഇനിയും ഭാവിയിൽ ഉണ്ടാകുമായിരിക്കും. എനിക്കതിനെപ്പറ്റി കൂടുതൽ അങ്ങനെ ആധികാരികമായിട്ട് പറയാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ ഉണ്ടാകുമെങ്കിൽ അത് നല്ല കാര്യമാണ്. നമ്മൾ കൃഷിയുടെ കൂട്ടത്തിൽ ഇതിനെയും ഉൾപ്പെടുത്താനായിട്ട് പറ്റും. അതുപോലെ നമ്മൾ കൃഷി ചെയ്യുന്നവർക്ക് നമ്മുടെ കൃഷിയിടങ്ങളിലാണെങ്കിലും പൂന്തോട്ടത്തിൻ്റെ ഇടങ്ങളിലാണെങ്കിലും ഇതിനെ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ കീടങ്ങളുടെ ശല്യം പൊതുവെ കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ കൃഷി ചെയ്യുന്നവർക്കാണെങ്കിൽ ഇത് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. പിന്നെ ഇത് നിർബന്ധമായിട്ടും നമ്മളുടെ ഓരോ വീട്ടിലും ഏതെങ്കിലും തരത്തിൽ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടോ ഇൻഡോർ പ്ലാന്റ് ആയിട്ടോ അല്ലെങ്കിൽ പറമ്പിലോ ഒക്കെ ആയിട്ട് ഒരു തണ്ടെങ്കിലും വെച്ച് പിടിപ്പിക്കണം. അത് നമുക്ക് നല്ലതായിട്ട് ഗുണം ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ അനുഭവങ്ങൾ കാണുമല്ലോ, അപ്പോഴാണ് കൂടുതൽ ആളുകൾക്ക് ഇതിൻ്റെ റിസൾട്ടിനെ പറ്റി മനസ്സിലാവുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.